ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലീസ് പരമ്പര കൂടി എല്ലാ ദിവസവും നമ്മൾ കഥ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ അനുപമ വന്ന് വലിയൊരു ബോംബ് തന്നെ പൊട്ടിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ അത് കേട്ട് അച്ഛനും അമ്മയും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. തൻ്റെ മകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്നൊരു ചിന്തയൊക്കെ ശിവരാമകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. ഏത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നൊരു ചിന്തയൊക്കെ. ഇതേ സമയം അനുപമ പറയും, ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് പുന്നാര മോളോട് ആദ്യം ചോദിക്ക്. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി വരുന്നുണ്ട് എൻ്റെ പുന്നാര അനിയത്തെ കാണാൻ. ഞാനെന്നും വെറുക്കപ്പെട്ടവളായിരുന്നല്ലോ. നിങ്ങളുടെ സൽപുത്രി ചെയ്തു കൂട്ടിയതൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് അനുപമ അവിടുന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആകെ തകർന്നു പോയ ആ അച്ഛനകത്തേക്ക് കയറി പോവാ. അച്ഛന് താങ്ങായി അമ്മയും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതേ സമയം അഞ്ജലി നമ്മുടെ പത്മ എവിടെയാണെന്നുള്ള വിവരം കിട്ടിയിട്ട് അർജുൻ്റെ കൂടെ ഒരു കോൺവെൻറ്റിലേക്കാണ് പോയിരിക്കുന്നത്. തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞപ്പൻ ചേട്ടൻ അഞ്ജലിയെ ഫോൺ വിളിക്കുകയാണ്. ഹലോ അഞ്ജലി, ഇതെവിടെയാ എന്ന് ചോദിക്കുക. കുഞ്ഞപ്പൻ ചേട്ടാ, ഞാൻ കുറച്ചധികം ദൂരെയാ എന്ന് പറയാൻ കേട്ടോ. ദൂരെയോ എന്ന് പെട്ടെന്ന് മധുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അഞ്ജലി, നീ ഇതെവിടെയാ എന്ന് മധു ചോദിക്കുകയാണ്. ഞാൻ കുറച്ചും ദൂരെയാ മധു. ഇന്ന് കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ചിറ്റപ്പൻ്റെ മോളുടെ കല്യാണത്തിന് നമ്മൾ എല്ലാവരും കൂടി പോകാനിരുന്നതല്ലേ. ഇനിയിപ്പം നിന്റെ കാര്യം എങ്ങനെയാ എന്ന് ചോദിക്കാം. എന്തായാലും ഞാൻ ഇനി ഉടനെ അവിടേക്ക് വരില്ല. ഞാൻ എത്താൻ വൈകുന്നേരമാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോ. അതിനുശേഷം ഒരു ദിവസം കുഞ്ഞപ്പനെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി കല്യാണപ്പെണ്ണിനെ കാണാനായിട്ട് പോകാം. അതുപോരെ എന്ന് ചോദിക്കുക. ഞാനേ പത്മയുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. അവളെപ്പറ്റി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ആരോടും പറയാതെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയാം. അപ്പം അത് കേൾക്കുമ്പം കാര്യത്തിൻ്റെ ഗൗരവം മധുവിന് മനസ്സിലാകുക. അപ്പം മധു പറയും, എങ്കിൽ സാരമില്ല, നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ തൽക്കാലം പൊയ്ക്കോളാം എന്ന് പറയണേ. അപ്പോൾ പെട്ടെന്ന് അർജുൻ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പം അഞ്ജലിയോട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഞ്ജലി? അങ്ങനെ സീരിയസ് പ്രശ്നമൊന്നുമല്ല. ഇന്ന് ഒരു കല്യാണത്തിന് പോകാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ പെട്ടെന്നല്ലേ ഇങ്ങനൊരു കാര്യം വന്നത്. അതിന് വരാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുകയായിരുന്നു എന്ന് പറയാം. പെട്ടെന്ന് അഞ്ജലി രാജീവിനോട് ചോദിക്കുകയാണ്, ഇത് തന്നെയാണോ സ്ഥലം? നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലാം. അപ്പോൾ അവിടെ ഒരു അച്ഛൻ നിൽക്കുകയാണ് കേട്ടോ. ആ അച്ഛനോട് ചോദിക്കും, മദർ സുപ്പീരിയറിൻ്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തമിഴിലാണ് ഉത്തരം പറയുന്നത്. ഇതിൻ്റെ പായ്ക്കിലെ കോൺവെൻറ്റിലാണ് അവർ താമസിക്കുന്നതെന്ന് തമിഴിൽ അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. രാജീവ് അഞ്ജലിയോട് പറയാണ്, പറയും പോലെ തമിഴാണല്ലോ, ഞാനത് ഓർത്തില്ല എന്ന് പറയാം. അപ്പോൾ അവരെ പരിസരമെല്ലാം ചുറ്റും വീക്ഷിക്കുകയാണേ. എന്നിട്ട് മദറിൻ്റെ റൂമിലേക്കാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് സിസ്റ്റർമാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. മറ്റൊരു സിസ്റ്ററുമായിട്ട് നമ്മുടെ മദർ സുപ്പീരിയർ എന്തോ കാര്യമായി സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അഞ്ജലിയും അർജുനും കൂടി അവിടേക്ക് ചെല്ലുന്നത്. അഞ്ജലി, ഇതാ റൂമെന്നാണ് തോന്നുന്നത് എന്ന് പറയാം. നമുക്ക് കയറി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം അർജുൻ വിളിക്കും, സിസ്റ്റർ മേ കമ്മിൻ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറാം. അവർക്ക് പ്രവേശിക്കാനുള്ള അനുമതി സിസ്റ്റർ കൊടുക്കുന്നുണ്ട്. സിസ്റ്റർ, ഞാൻ രാജീവ് എന്ന് പറയാം. അർജുൻ, രാജീവ് അല്ലേ, എനിക്ക് മനസ്സിലായി, ഇരുന്നോളൂ എന്ന് പറയാം. അപ്പം മലയാളം, സിസ്റ്ററിന് മലയാളം അറിയാവോ? ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്, റേച്ചൽ ജോൺ സാമുവൽ എന്ന എൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇരിക്കൂ. അപ്പം അഞ്ജലി താങ്ക്സ് ഒക്കെ പറഞ്ഞ് രണ്ടുപേരും സിസ്റ്ററിൻ്റെ മുന്നിലുള്ള ഇരു കസേരകളിലായിട്ട് ഇരിക്കുക. താങ്ക് ഗോഡ്, അത് ഏതായാലും നന്നായി, അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലം ആയേനെ എന്ന് അർജുൻ പറയും. നിങ്ങൾ പത്മയുടെ ആരാണ് എന്ന് സിസ്റ്റർ ചോദിക്കുക. അത് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഞാൻ രാജീവ്, ഇത് അഞ്ജലി എന്ന് പരിചയപ്പെടുത്താണ് രണ്ടുപേരെയും. അപ്പം അഞ്ജലി അതേന്ന് പറയും. അഡ്വക്കേറ്റാണ്, പത്മയുടെ കേസ് നടത്തുന്നത് അഞ്ജലിയാണ് എന്ന് അഞ്ജലിയും പരിചയപ്പെടുത്തി കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട് ഹിയറിങ്ങിന് പോണ വഴിയില്ല ഇപ്പം. മനസ്സിലായി സിസ്റ്റർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അന്ന് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് അഞ്ജലി ചോദിക്കുക. കാണാതായി ഇത്ര ദിവസമായിട്ടും പത്മ എന്താ ഞങ്ങൾ ബന്ധപ്പെടാതിരുന്നത്? അവൾ എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടത്? അങ്ങനെ 100 ചോദ്യങ്ങളാണ് അഞ്ജലിക്ക്. സിസ്റ്റർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാവോ? എന്തു ബുദ്ധിമുട്ട് കുട്ടി? പത്മ പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് അഞ്ജലി അവൾക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണെന്ന്. അത് കേൾക്കുമ്പം അഞ്ജലി
ാണ് കേട്ടോ. അപ്പം പിന്നെ താൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. ഞാൻ പറയാം വിശദമായിട്ട്, വരൂ നമുക്ക് പുറത്തിറങ്ങി അല്പം കാറ്റുകൊണ്ട് സംസാരിക്കാം എന്ന് സിസ്റ്റർ അവരോട് പറയാം. അത് കേൾക്കുമ്പം രണ്ടുപേരും ആ സിസ്റ്ററുടെ കൂടെ പോകാനായിട്ട് തുടങ്ങാം. അപ്പം മറ്റൊരു സിസ്റ്ററെ വിളിച്ച് കുറച്ച് ഫയലുകളൊക്കെ ആ സിസ്റ്ററെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ മദർ അഞ്ജലിയുടെയും അർജുൻ്റെയും കൂടെ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അറ്റ്മോസ്ഫിയറൊക്കെ നമ്മുടെ അഞ്ജലി ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ സിസ്റ്റർ പറയും, ശരിക്കും വെട്ടുകാട് പള്ളിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങി വരുമായിരുന്നു ഞങ്ങൾ. എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അങ്ങനെ മുടക്കാറില്ല. പതിവായി ഹൈവേ വഴിയിലാണ് ഞങ്ങൾ മടങ്ങി വരാറ്. ഇക്കുറി മാർത്താണ്ഡത്തു നിന്ന് തിരിഞ്ഞ് ഒരു ഇടവഴിയാണ് ഞങ്ങൾ മടങ്ങി വന്നത്. ആ വഴിക്ക് ഞങ്ങളുടെ തന്നെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുമുണ്ട്. അവിടത്തേക്ക് കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കാനാണ് ഞങ്ങൾ ആ വഴി വരാൻ തീരുമാനിച്ചത് തന്നെ എന്നൊക്കെ സിസ്റ്റർ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുക. അപ്പോൾ അവരുടെ വണ്ടി ആ വഴി കടന്നു പോയ കാര്യങ്ങളൊക്കെ സിസ്റ്ററുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. കോൺവെൻറ്റിലെ ബാക്കി സിസ്റ്റർമാരും എല്ലാവരും കൂടി അവരുടെ വാഹനത്തിൽ മാർത്താണ്ഡത്തേക്ക് നടന്ന് നീങ്ങിയതും എല്ലാവരോടും സിസ്റ്റർ സംസാരിച്ചുകൊണ്ട് വരുന്നതും അവരെല്ലാവരും പരസ്പരം അവരുടെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് വരുന്ന യാത്രയെക്കുറിച്ചും ഒക്കെ പറയാം. ഭാഗ്യം ഒന്നതുകൊണ്ട് മാത്രമാണ് അക്രമികളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്ന പത്മയെ ഞങ്ങൾ കണ്ടത്. കാണുമ്പം ദയനീയമായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ. ഒരു പക്ഷേ കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോകേണ്ട ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് അവളെ കണ്ടുകിട്ടുമ്പോൾ എന്നൊക്കെ സിസ്റ്റർ പറയാം. കർത്താവാണ് ഞങ്ങളെ അവിടേക്ക് വരുത്തി മരണത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയതെന്ന് തന്നെ പറയാം. അപ്പം അത് കേൾക്കുമ്പം അഞ്ജലിക്കും ഒരുപാട് സങ്കടം വരികയാണ്. ഇത്രയേറെ പത്മ ദുരന്തങ്ങൾ അനുഭവിച്ചോ എന്നൊരു ചിന്തയൊക്കെ കടന്നു വരിക. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി ക്ഷീണിച്ച് അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടുന്ന പത്മയുടെ ചിത്രം ഒക്കെ സിസ്റ്ററുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണിക്കുന്നുമുണ്ട്. വല്ലാത്ത അവസ്ഥയിൽ തല കറങ്ങി ബോധരഹിതയായിട്ടാണല്ലോ അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് പത്മ വന്ന് വീഴുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ വീഴുന്ന കാണുന്ന അവരുടെ ഡ്രൈവർ വണ്ടി നിർത്തുകയും സിസ്റ്റർമാരെല്ലാം ഭയന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയതും ഒക്കെ ഓർമ്മയിൽ നിന്നെടുത്ത് അഞ്ജലിയോട് വിശദമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫാദർ ബെനിറ്റ് പോയി നോക്കിയപ്പം ആ കുട്ടിക്ക് പൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കൺഫേം ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം വീണത്. അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ ഒരു പെൺകുട്ടി മരിക്കുക എന്നൊക്കെ വെച്ചാൽ അത് ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് സാധിക്കുമോ എന്ന് സിസ്റ്റർ പറയണേ. അതിനുശേഷം ആ അച്ഛനാണെങ്കിൽ നമ്മുടെ പത്മയുടെ കയ്യിൽ പൾസ് നോക്കിയതും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം അഞ്ജലിയും രാജീവും ചിന്തിക്കുക. അപ്പം പെട്ടെന്ന് സിസ്റ്റർ ആ അച്ഛനോട് എന്തു പറ്റി എന്ന് ചോദിക്കുന്നതും പൾസ് ഇർക്ക് നമുക്കിപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നതും അവരെല്ലാവരും കൂടി ചേർന്ന് അഞ്ജലിയെ എടുത്തതും ഒക്കെ പറയാം. എന്തായാലും ആ ഷോക്കിലുണ്ടായ ബോധക്കേടായിരുന്നു പത്മയുടേത്. ദുരൂഹമായൊരു സാഹചര്യത്തിൽ ബോധക്കെട്ട് കിടക്കുന്ന പെൺകുട്ടിയെ സത്യത്തിൽ ഞങ്ങൾക്ക് പോലീസിന് കൈമാറാം എന്ന ആദ്യം കരുതിയത് എന്ന് പറയാം. പക്ഷെ ഫാദർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് അത് വേണ്ട, ആദ്യം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താം, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്. അങ്ങനെയാണ് അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഇവിടേക്ക് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് സിസ്റ്റർ രണ്ടുപേരോടുമായിട്ട് പറയാം. ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നു പോയിരുന്നെങ്കിലും ആദ്യത്തെ 1-2 ദിവസം ആ കുട്ടി ഒരു മെൻ്റൽ ഡ്രോമയിൽ എന്ന് തന്നെ നമുക്ക് പറയാം. വല്ലാത്തൊരവസ്ഥ. ശേഷം ഒന്ന് റിക്കവർ ആയപ്പോഴാണ് അവൾ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് തുറന്നു പറഞ്ഞതും നിങ്ങളെ വിവരം അറിയിക്കാമോ എന്ന് ഞങ്ങളോട് സഹായം ആവശ്യപ്പെട്ടതും. അങ്ങനെയാ ഞാൻ പത്മ അഡ്വക്കേറ്റ് അഞ്ജലിയെ വിളിക്കാനിടയായത്. ഇപ്പം മനസ്സിലായോ എന്ന് ചോദിക്കുക. അല്ല പത്മ ആ കുട്ടി എവിടെയാ എന്ന് പെട്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ മറ്റൊരു സിസ്റ്റർ നമ്മുടെ മിടുക്കിയായി നിൽക്കുന്ന പത്മയായിട്ട് വരിക. പത്മ പെട്ടെന്ന് അഞ്ജലിയെ വിളിക്കുക. ചേച്ചി എന്ന് വിളിക്കുകയാണ് കേട്ടോ. ചേച്ചി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ അടുത്തേക്ക് ഓടി വരിക. അഞ്ജലിയും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ പത്മയുടെ അടുത്തേക്ക് ഓടിച്ചില്ല. പിന്നാലെ തന്നെ അർജുനും ഉണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു നിൽക്കുക. പത്മേ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അഞ്ജലി പത്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അഞ്ജലിയെ കാണുമ്പം പത്മയ്ക്കും വളരെയേറെ സന്തോഷമാവുകയാണ്. നീ ഓക്കെ അല്ലേ മോളെ എന്ന് വീണ്ടും ചോദിക്കുക. എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ അഞ്ജലി പത്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം വളരെ സമാധാനത്തോടെയാണ് പത്മയെ നിൽക്കുന്നത്. പത്മ എന്ന് പറഞ്ഞ് അർജുൻ വിളിക്കുക. ചേട്ടാ എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുക. നടന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. മദർ സുപ്പീരിയർ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയാം. ചേച്ചി ഇവരാ ഈ മദറാ എന്നെ ദൈവത്തെ പോലെ വന്ന് രക്ഷപ്പെടുത്തിയത്. എൻ്റെ ദൈവവാ ഈ മദർ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും മദർ
ചിരിക്കുക. മറക്കില്ല സിസ്റ്ററെ, ഞാൻ മരിച്ചാലും നിങ്ങളെ ഒന്നും മറക്കില്ല. എന്താ പത്മ, എല്ലാം കർത്താവിൻ്റെ കൃപ കൊണ്ട് ഭംഗിയായി നടന്നില്ലേ എന്ന് മദർ പറയാം. ഞങ്ങൾ അവിടെ എത്തിയതും ഇത്രയൊക്കെ സംഭവിച്ചതും ഒക്കെ ഒരു നിയോഗമായി കണ്ടാൽ മതി. എല്ലാം നല്ലതിനാന്ന് കുട്ടി കരുതിയാൽ മതി. ദൈവകൃപയാണ് ഏറ്റവും വലുത്, എല്ലാത്തിലും വലുത് അത് തന്നെയാണ് കുട്ടി എന്ന് പറയാം. അപ്പോൾ മറ്റൊരു മദർ വന്ന് വിളിക്കുക. മദർ, പ്രയർക്ക് ടൈം ആച്ച എന്ന് ഒരു സിസ്റ്റർ വന്ന് വിളിക്കാൻ കേട്ടോ. ആയിക്കോട്ടെ, ഇപ്പം തന്നെ വരാം എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാ പത്മയെ നിങ്ങൾ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോവല്ലേ എന്ന് ആ മദർ ചോദിക്കുക. പെട്ടെന്ന് അഞ്ജലി പറയും, അയ്യോ സിസ്റ്റർ, ഞാനത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു എന്ന് പറയാം. ഞങ്ങൾ ഇന്ന് പത്മയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അഞ്ജലി മദറിനോട് പറയാം. പത്മയുടെ ജീവൻ അവിടെ ഒട്ടും സേഫ് അല്ല സിസ്റ്റർ. ഈ കുട്ടിക്ക് അവിടെ 100 അപകടങ്ങളാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു സാവകാശം സിസ്റ്റർ ഞങ്ങൾക്ക് തരണം എന്ന് പറയാം. മാക്സിമം ഒരാഴ്ച, അതിൽ കൂടുതൽ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊക്കെ റൂൾസിനെതിരാ, മനസ്സിലായി സിസ്റ്റർ എന്ന് അഞ്ജലി പറയാം. അതിനുള്ളിൽ തന്നെ ഞങ്ങളൊരു വഴി കണ്ടെത്തിക്കോളാം. എനിക്ക് പ്രയറിന് സമയമായി, എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക. ശരി സിസ്റ്റർ എന്ന് പറയാണ് കേട്ടോ. അപ്പം അർജുനും അഞ്ജലിയും, ദേ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ മടങ്ങാവൂ, കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ എന്ന് മദർ രണ്ടുപേരോടും പറയാം. ഇനി കൂടുതൽ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ പറഞ്ഞാൽ മതി, അവരെന്നെ അറിയിച്ചോളും. ഓക്കെ ശരി സിസ്റ്റർ എന്ന് അപ്പോൾ അർജുൻ നന്ദിയോടുകൂടി ആ സിസ്റ്ററിന് മുന്നിൽ കൈകൂപ്പുവാണ് കേട്ടോ. ഇതേസമയം പത്മ പറയും, ചേച്ചി നമ്മുടെ കേസിൻ്റെ കാര്യം അതെന്തായി ചേച്ചി? അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട് പത്മേ. തൽക്കാലം നീ ഇവിടെ നിന്നാൽ മതി. ഞാൻ മദറിനോട് പറഞ്ഞ പോലെ പോലീസ് പ്രൊട്ടക്ഷന് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതിനൊരു തീരുമാനമായ ഉടനെ ഞാൻ തന്നെ നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, പോരെ എന്ന് ചോദിക്കാം. അപ്പോൾ അർജുൻ പറയും, ഇവിടെ പത്മ എന്തായാലും സേഫ് ആണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം നിൻ്റെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ചേച്ചി അത് പിന്നെ എന്ന് പത്മയാകെ നിന്ന് പരുങ്ങാണ്. എന്താ പത്മേ, എന്താ കാര്യം? അല്ല, അത് അമ്പാടിച്ചേട്ടൻ എന്ന് നാണിച്ച് ചോദിക്കോ. ഓ ഓ ഓ അതായിരുന്നല്ലേ കാര്യം. പറയും പോലെ അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഞങ്ങളത് വിട്ടുപോയി, സോറി എന്ന് അഞ്ജലി പറയാം. അപ്പം രാജീവും കളിയാക്കുന്ന പോലെ നിൽക്കാം. നിൻ്റെ അമ്പാടിച്ചേട്ടന് ഒരു കുഴപ്പവും ഇല്ല, ആളവിടെ സേഫായിട്ട് തന്നെ ഉണ്ട്, ആണോ എന്ന് അർജുനോട് ചോദിക്കാം. അപ്പം അതെ എന്ന് പറയാം. ആളുടെ കൈക്കും കാലിനും ഒക്കെ ചെറിയ പരിക്കുണ്ടെന്നേ ഉള്ളൂ, അതൊക്കെ ഒന്ന് ശരിയായിക്കോടെ. ആളിങ്ങേ പറന്നെത്തില്ലേ പത്മയെ കാണാൻ എന്ന് അർജുൻ പറയാ. അത് കേൾക്കുമ്പോൾ നാണം വരികയാണ് കേട്ടോ പത്മയ്ക്ക്. എന്താ അത് പോരെ എന്ന് ചോദിക്കുക. ദേ നോക്കിക്കേ രാജീവേ, അവൾക്ക് നാണം വന്നു. ഇത് സംഗതി കൈവിട്ട ലക്ഷണമാണേ എന്ന് വീണ്ടും പറയാം. പോ ചേച്ചി ഒന്ന് എന്ന് ഇപ്പം പത്മ അഞ്ജലിയോട് പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജലിയും പത്മയും അർജുനും കൂടി വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി സംസാരിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേസമയം വീട്ടിലെല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ശിവരാമകൃഷ്ണനും ശ്യാമളയ്ക്കും നല്ല സങ്കടമുണ്ട്. ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നുള്ള ചിന്തയിൽ ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ മകള് ഞങ്ങളെ ചതിക്കില്ല എന്നൊരു ചിന്തയിൽ തന്നെയാണ് ആ അച്ഛനും അമ്മയും. ഇതേസമയം പ്രശ്നങ്ങൾക്ക് ഒന്നും കൂടി ആക്കം കൂട്ടാനായിട്ട് ഇന്ദിര ശ്രമിക്കുന്നുണ്ട്. അനുപമ ഒരു കാര്യമില്ലാതെ ഇങ്ങനൊരു കാര്യം ഇവിടെ വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തെളിവുമില്ലാതെ അങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയുന്നവളൊന്നും അല്ല അനുപമ. നീ കുറേ സമയമായല്ലോ അവളെ ന്യായീകരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് അപ്പോൾ ശ്യാമള ചോദിക്കും. അവൾ എന്നൊക്കെ ഈ കുടുംബത്തിൽ കാല് കുത്തിയിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. അനുപമ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാനോ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ, അല്ലാതെ ആരെയും പറ്റി നല്ലത് അവൾ ഇന്നവരും പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതല്ല, ഒന്നുമില്ലാതെ അവൾ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് വീണ്ടും ഇന്ദിര പറയാ. ദേ നീ എൻ്റെ മകളെ പറ്റി കുറേ സമയമായിട്ട് അനാവശ്യം പറയുന്നു, ഇത് ഞാൻ ഇനിയും കേട്ട് നിൽക്കില്ല. അഞ്ജലിയെ അവൾ ഒരിക്കലും ഞങ്ങളോടൊരു തെറ്റ് ചെയ്യത്തില്ല എന്ന് ശ്യാമള പറയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും മടുത്തിരിക്കുന്ന ആര്യ പറയും, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്താവോ? അമ്മ പറയുന്നത് കേട്ടിട്ട് അഞ്ജലിയെ സംശയിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുക. അവൾ അങ്ങനൊരു തെറ്റ് ചെയ്യില്ല, നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനൊരു തീരുമാനം എടുക്കാനൊന്നും ഒരിക്കലും അഞ്ജലിക്ക് സാധിക്കില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ആരോട് പറഞ്ഞില്ലെങ്കിലും അവൾ എന്നോട് പറയും, അതെനിക്ക് ഉറപ്പാ എന്ന് പറയാം. ഓ അത്രയ്ക്ക് വിശ്വാസമാണോ നിനക്ക് അഞ്ജലിയെ എന്ന് അപ്പം ഇന്ദിര ചോദിക്കുകയാണ്. അതെ, എനിക്ക് അവളെ അത്രയ്ക്ക് വിശ്വാസമാണ്. നിങ്ങളെല്ലാവരും അവളുടെ പേരിൽ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. അനുപമ പറയുന്നത് കേട്ടിട്ട് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അനുപമ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിൽ കാല് കുത്തുന്നത്, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന അച്ഛൻ പറയും, ദേ ഇനി ഒരു അക്ഷരം എൻ്റെ മോളെ പറ്റി ഈ വീട്ടിലാരും അനാവശ്യം പറയരുത്. അവൾ എൻ്റെ മോളാ, ഈ അച്ഛനെ വേദനിപ്പിക്കാൻ അവൾക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറയാം. ഓ
ഒരച്ഛനും മോളും എന്നുള്ള രീതിയിൽ പുച്ഛത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അനുപമ ഒരു കാര്യമില്ലാതെ ഇങ്ങനൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. ദേ ശിവരാമേട്ടനൊന്നും തന്നെ ചിന്തിച്ചു നോക്കിക്കേ, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഈ വീട്ടിൽ മേലെ കാല് കുത്തരുതെന്ന് അനുപമയോട് പറഞ്ഞിട്ടും അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇത്രയൊക്കെ പറയാൻ അവൾ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അവളിങ്ങോട്ട് വരട്ടെ അഞ്ജലി, അപ്പം നമുക്ക് തന്നെ ബോധ്യപ്പെടാലോ കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ആ പാവം അച്ഛനും അമ്മയും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.